ജയാസ് വെറൈറ്റി വ്ലോഗ്സിലോട്ട് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ സ്പെഷ്യൽ വീഡിയോ ആണ്. ഒരിടത്ത് പോയിട്ടൊക്കെ ഒരു സാധനമൊക്കെ കൊണ്ടുവന്ന് ഭയങ്കര പാടായിരുന്നു കേട്ടോ. അതൊക്കെ ചെയ്യുന്ന വീഡിയോ ആണ്. അത് എന്നായിരിക്കും എന്നൊക്കെ ഒന്ന് നിങ്ങൾ കണ്ടൊക്കെ നോക്കുക കേട്ടോ. നിങ്ങളൊക്കെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കാം, പക്ഷെ ഞാൻ തന്നെ ചെന്ന് അതെടുത്ത് കൊണ്ടുവന്ന് അത് ചെയ്ത് എന്നാന്ന് പറയത്തില്ല കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ട് നോക്കുക. വീഡിയോയിലോട്ട് പോകുന്നതിന് തൊട്ട് മുൻപ് തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ്, പാചകം കേട്ടോ, പാചകവും എല്ലാം ഉണ്ട്. അപ്പോൾ വീഡിയോ എന്താണെന്ന് കണ്ടു നോക്കുക. അത് കണ്ടു കഴിഞ്ഞിട്ട് ലൈക്കും ചെയ്യണം, ഷെയറും ചെയ്യണം, കമൻറ്റും ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യണം. അപ്പോൾ നമുക്ക് പോയേക്കാം. ഞാനിരിക്കുന്ന കണ്ടു. ഗുഡ് മോർണിംഗ്. നമുക്ക് പുട്ടാട്ടോ. പുട്ടിന് കേക്കയുടെ പുട്ടുപൊടിയായതുകൊണ്ട് പുട്ടുപൊടി ഇട്ടിട്ട് ഉപ്പും ഇട്ട് വെള്ളം നികത്തി ഒഴിച്ച് വെച്ചതാണ്. ഇപ്പോൾ ഇതോ നല്ല കറക്റ്റായിട്ട് ഇരിപ്പുണ്ട് കേട്ടോ. കറക്റ്റായിട്ട് നനഞ്ഞ് ഇരിപ്പുണ്ട്. ഇത് ഇങ്ങനെ വെക്കുമ്പോൾ കിട്ടുന്നതാണ് ഇതിൻ്റെ നനവ്. അറിയാമല്ലോ, വെള്ളം ഒഴിച്ച് നികത്തി വെച്ചാൽ മതി, പിന്നെ ഒന്നും നോക്കണ്ട നിങ്ങൾ കേട്ടോ. അതാണ് ഏറ്റവും എളുപ്പമുള്ള കാര്യം. അപ്പം നമുക്ക് തേങ്ങയൊക്കെ ഇട്ട് പുട്ടുണ്ടാക്കിയേക്കാം. ഇന്നലെ കടലക്കറി വെച്ചതുള്ളതുകൊണ്ടാണ് ഇന്ന് നമുക്ക് പുട്ടാക്കിയേക്കാമെന്ന് വിചാരിച്ചത് കേട്ടോ. നമ്മുടെ പുട്ടിനെ അടുപ്പത്താക്കി കഴിഞ്ഞപ്പം നമ്മുടെ തട്ടിക്കൂട്ട് പുളിശ്ശേരിയെ നമുക്ക് റെഡിയാക്കാം കേട്ടോ. അതിന് വേണ്ടി അരപ്പും പിന്നെന്താ നമ്മുടെ തൈരും എല്ലാം കൂടെ ഒന്നിച്ച് നമ്മളാക്കി വെച്ചേക്കും കേട്ടോ. പച്ചമുളക് അരച്ചതിനൊപ്പം ഇതാണ് നമ്മുടെ തട്ടിക്കൂട്ട് പുളിശ്ശേരി. മഞ്ഞപ്പൊടി ഉണ്ട് കേട്ടോ, ഇത് നിങ്ങൾക്ക് വെട്ടടിക്കുന്നതുകൊണ്ട് അറിയാത്തതാണ്. ഇനി നമുക്ക് ഇച്ചിരി കരിവേപ്പിലയും കൂടെ എടുത്തുകൊണ്ട് വന്നിട്ട് കടുകും മുളകും ഉലുവയും കരിവേപ്പിലയും എല്ലാം പൊട്ടി അങ്ങോട്ട് കഴിയുമ്പോൾ ഇവനെ അങ്ങോട്ട് തട്ടുക. അതാണ് നമ്മുടെ തട്ടിക്കൂട്ട് പുളിശ്ശേരി എന്ന് പേര് വന്നത്. ഒറ്റ തട്ട് തട്ടുന്നതുകൊണ്ടാണ് തട്ടിക്കൂട്ട് പുളിശ്ശേരി എന്ന് പേര്. എന്തുകൊണ്ടാണ് തട്ടിക്കൂട്ട് പുളിശ്ശേരി എന്ന് വിളിക്കാൻ കാരണം നാളത്തെ എക്സാമിന് വരുന്ന കേട്ടോ. അപ്പം അതെല്ലാവരും പഠിച്ചു വെച്ചു. അപ്പോൾ നമുക്ക് കടുക് വറുക്കട്ടെ. പുളിശ്ശേരി നമ്മൾ റെഡിയാക്കി കഴിഞ്ഞപ്പം നമ്മൾ വിചാരിച്ചൊരു അവിയൽ വെക്കാമെന്ന്. പടവലങ്ങ, മുരിങ്ങയ്ക്ക, വെള്ളരിക്ക. ഞാൻ ചക്കവിയലാണ് പ്ലാൻ മനസ്സിൽ കണ്ടിരിക്കുന്നത്. ചക്ക പ്ലാവേ കിടക്കുന്നേ ഉള്ളൂ. നമുക്ക് ചക്ക ചെത്താൻ പോകുമ്പോൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അതുകൊണ്ട് ഇച്ചിരി കൂടെ കഴിഞ്ഞാൽ ചെത്താൻ പറ്റുള്ളൂ കേട്ടോ. ചേട്ടൻ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഉണ്ടല്ലോ, വേറൊന്നും കൊണ്ടല്ല, അതിനകത്തോടൊക്കെ ഇറങ്ങി വരും. രാവിലെ തന്നെ ഇടാമെന്ന് പറയും. അപ്പം ഞാൻ എൻ്റെ ജോലി ഒതുക്കിയിട്ട് പതുക്കെ പോയി ഇടാമെന്ന് വെച്ചിട്ടാണ്. പിന്നെ നമ്മുടെ ശകലം ലുലുവിൽ നിന്ന് വാങ്ങിച്ച നങ്കിനെ കുറച്ച് വെള്ളത്തിലിട്ടിട്ടുണ്ട്. ഇത് മൂത്തവനെ ഇന്ന് പറ്റിക്കാം. നാളത്തേക്ക് മീൻ വറക്കാൻ ഇരിപ്പുണ്ട്. അപ്പോൾ അത് ഓഫീസിൽ കൊടുത്തുവിടാം. ഉണക്കമീനൊക്കെ ഇങ്ങനെ കൊടുത്തുവിടുന്ന അവനങ്ങനൊന്നുമില്ല, നമുക്കൊരിത് വേണ്ടേ. അതുകൊണ്ട് ഇത് ഇന്നത്തേക്ക് പുളിശ്ശേരിയും ഈ നങ്ക് വറുത്തുണ്ട്, അവൻ്റെ കാര്യം ഓക്കെ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചിക്കനാണേ. ചിക്കൻ ഞാൻ വറക്കാൻ വേണ്ടിയിട്ട് കുറച്ചെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. അവനെ വെള്ളം ഒഴിച്ച് ഇട്ടേക്കുവാണ്. ഇത് ചെറിയ ആൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. മൂത്തവന് വലിയ താല്പര്യമൊന്നുമില്ല. എന്നിരുന്നാലും ആർക്ക് താല്പര്യം ഉണ്ടെങ്കിലും എല്ലാം ഞാൻ വെക്കുന്നു. അവിയലിന് വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടി, ശകലം ജീരകം, ചുമന്നുള്ളിയും കൂടെ ചതയ്ക്കാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കങ്ങനെ ചക്കയിടാൻ പോകാം കേട്ടോ. നിങ്ങൾ വിചാരിക്കും ഇവിടെ കാടാന്ന്, പക്ഷെ കാടൊന്നുമില്ല കേട്ടോ. ഇതിങ്ങനെ ഇതിനകത്തൂടെ നടന്ന ഒന്നുമില്ല, പേടിക്കുകയേ വേണ്ട കേട്ടല്ലോ. അവിടെ ചെന്നിട്ട് കാണാവേ. ഇതാണ് നമ്മുടെ പ്ലാവ് കേട്ടോ. നോക്കട്ടെ എവിടെ ചക്ക കിടക്കുന്നതെന്ന് കഴിഞ്ഞ ദിവസം കണ്ടു വച്ചതാണ്. ഇവിടെ നോക്കാം നമുക്ക്. ചേട്ടൻ അവിടെ അപ്പുറത്തുള്ള സമയത്താണ് ഞാൻ ഇറങ്ങിയത്. കണ്ടോ, ഇതാണ് ചക്ക. നോക്കട്ടെ, കണ്ടല്ലോ. ചക്ക നമ്മൾ ചെത്തിയിട്ടു കേട്ടോ. ആരും അറിഞ്ഞില്ലെന്ന് പറഞ്ഞാൽ ചേട്ടൻ്റെ കാര്യം കേട്ടോ ഞാൻ പറയുന്നത്. ചേട്ടനൊന്നും അറിഞ്ഞില്ല. വലിയ കുഴപ്പമില്ലെന്ന് തോന്നുന്നു, നോക്കാൻ പറ്റി. അങ്ങനെ നമ്മൾ ചക്ക ഇട്ടുകൊണ്ട് വന്ന് എൻ്റെ വീട്ടിൽ ഒരു മനുഷ്യനും അറിഞ്ഞില്ല. എന്നെ പിടിച്ചോണ്ട് പോയാൽ പോലും ആരും അറിയില്ല കേട്ടോ. അങ്ങനൊരു ഗുണമുണ്ട് ഇവിടെ. കണ്ടോ, ഇവൻ്റെ അരക്കൊക്കെ പോയിട്ട് ചൂടെ കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഉറുമ്പൊക്കെ ഇല്ലേ അതൊക്കെ ഒന്ന് പോട്ടെ. എന്നിട്ട് നമുക്ക് അവനെ അങ്ങോട്ട് അവിയലിനൊരുക്കാം. ഇവിടെ നിന്ന് ഞാൻ നോക്കിയപ്പോഴത്തേക്കൊണ്ടേ അവിടെ കുപ്പച്ചീര നിൽക്കുന്നു. ആഹാ, തോരൻ നമ്മുടെ വെക്കുമ്പം എടുക്കാം കേട്ടോ, എളുപ്പമുണ്ട്. നല്ല ടേസ്റ്റാണ് കുപ്പച്ചീരയ്ക്ക് കേട്ടോ.
അപ്പോൾ അവനെ നമുക്ക് എടുക്കണം. ഇന്നലെ നമ്മൾ തെങ്ങ കയറിയപ്പോൾ, നമ്മളല്ല, തേങ്ങ ഇടുന്ന സൂരാജ് തേങ്ങ കയറിയപ്പോൾ ഇട്ട കരിക്കാണ്. ഇന്ന് ഇവനെ വെട്ടിയെടുക്കണം. ഉച്ചയാവട്ടെ അല്ലേ. കുളിച്ചില്ല കേട്ടോ, ആരും വിചാരിക്കണ്ട. ചക്കയൊക്കെ ഒരുക്കണ്ടേ, അതുകൊണ്ട് താമസിക്കുന്നത്. എന്താണേലും ചക്ക ഒരുക്കുന്നതിന് മുമ്പ് തന്നെ കുളിക്കാൻ പോവാം കേട്ടോ. അത് വെട്ടിയെടുത്ത് അവിടെ നിന്ന് എടുത്തോണ്ട് വരുമ്പോൾ ചൊറിയും, അതാണ് ഞാൻ കുളിക്കാൻ. അപ്പോൾ ബാക്കിയെല്ലാം റെഡിയാക്കി വെച്ചാൽ കണ്ടല്ലോ. ഇനി അതുകൂടെ ഒരുക്കിയാൽ മതി. പുളിശ്ശേരിയും വെച്ചു. പിന്നെ നമ്മുടെ ചിക്കനെ വറുക്കാനുള്ളതൊന്ന് പുരട്ടി കഴുകി അങ്ങ് വെച്ചിട്ട് കുളിക്കാം. നങ്കിനെ എടുത്ത് വെള്ളത്തിൽ നിന്ന് എടുക്കണ്ടേ. എന്നിട്ട് നമുക്ക് ഇച്ചിരി എല്ലാം തേച്ചിട്ട് വേണ്ടേ കുളിക്കാൻ. അപ്പം ടോണർ തലേ തേച്ച് നിൽക്കുവാണ്. അതിന് പിന്നെ പ്രശ്നമില്ല. കുറേ നേരമായി നമ്മുടെ ഇത് തേക്കാൻ വിട്ടുപോയി, ഓയില്. അപ്പം നമുക്ക് എന്താണേലും അതിൻ്റെ കാര്യത്തിലോട്ട് പോവാം. അപ്പോൾ നമ്മുടെ കാപ്പികുടി എല്ലാം കഴിഞ്ഞിട്ടോ. അതിന് മുമ്പ് കുറേ കാര്യങ്ങളെല്ലാം ചെയ്ത് നമ്മുടെ ചക്ക വെട്ടിയാൽ മതി. കരിക്ക് വരെ ആക്കി എല്ലാം റെഡിയാക്കി വെച്ചു. കരിക്ക് 4 5 കണ്ടുണ്ടായിരുന്നു. അതെല്ലാം വെട്ടി അതിൻ്റെയൊക്കെ വെള്ളം എടുത്ത് വെച്ചു. ഒരു പക്ഷേ കരിക്കും എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ചുരണ്ടി കുടിക്കുന്ന കരിക്കാണ്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അവിയലിൻ്റെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടല്ലോ, ഇനി നമുക്ക് ചക്ക വെട്ടാൻ പോകാം കേട്ടോ. കൂട്ടുകാരെ, നമുക്ക് നമ്മുടെ ചക്ക വെട്ടാം. എൻ്റെ ചക്ക വെട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഞെട്ടിത്തരിച്ചു പോകും കേട്ടോ. ഞാൻ വെട്ടുന്നത് ഇങ്ങനെയാണ്. അവനെ കോലൊക്കെ ഇങ്ങനെ വെച്ച് എളുപ്പാട്ടോ. ഇങ്ങനെ ഒന്ന് ചക്ക വെട്ടി നോക്കിക്കേ. എത്ര വലിയ ചക്കയാണെങ്കിലും നമുക്കിവനെ ഇങ്ങനെ വെട്ടിയെടുക്കാം കേട്ടോ. എങ്ങനെ അരക്കാവില്ല, എനിക്ക് അതാണ് ദേഷ്യം വരുന്നത്. ഒച്ചരക്ക. നീ ഇവിടെ ഇരുന്നോട്ടോ, ഇവിടെ ഇരുന്നോട്ടോ, അവരവിടെ ഇരുന്നോട്ടോ കേട്ടോ. അവിടെ ഇരിക്കട്ടല്ലേ. ഇവനെ ഇങ്ങനെ ഉരുട്ടി ഉരുട്ടി ഇങ്ങോട്ടെടുക്കാം. ഇത് നമുക്ക് അരക്കിൻ്റെ കളയാനുള്ള ഒട്ടും ആയിട്ടില്ല കേട്ടോ. മൂത്തിട്ടും ഇല്ല, ഒന്നും ആയിട്ടില്ല. നമുക്ക് എന്താണേലും ഇതിനെ എടുത്ത് അവിയൽ വെക്കാം. എന്താണേലും ഇതിൻ്റെ മടലെല്ലാം എടുത്ത് ഞങ്ങൾ അവിയൽ വെച്ചിട്ടേ ഉള്ളൂ. ഒന്നും ആയിട്ടില്ല കേട്ടോ. കുരുവും ചോളയും തോരൻ വെക്കാം, സൂപ്പറാണ്. എന്താണേലും ഇന്ന് ചക്കവേൽ വെച്ചിട്ടേ ഉള്ളൂ. ശകലം സാരമില്ല, നമുക്കിപ്പോൾ മൂത്തില്ലേലും. ഇവിടെ ചേട്ടന് ചക്കയെന്ന് പേര് കേട്ടാൽ മതി, മൂക്കണമെന്നുമില്ല, ഒന്നുമില്ല. ഇപ്പം നമ്മളും വെച്ച് വെച്ച് നമുക്ക് ഇഷ്ടാട്ടോ, ഒത്തിരി മൂത്തില്ലേലും. ഇനിയിപ്പോൾ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലേ. വാഴ പോയിരുന്നു, ചക്കയുടെ അരക്ക് വാഴ പോയിരുന്നുണ്ടോ കാണാവോ. കൊച്ചു പിള്ളേർ പറയുന്നല്ലേ, മുതുക്കിയിരുന്ന്, മുതുക്കിത്തള്ള. ശ്രീലത പറയുന്നല്ലേ, കിളവിത്തള്ള ഇരുന്ന് പറയുന്നു. അപ്പം നമുക്ക് അയ്യോ, ഞാൻ ചിലപ്പോൾ ഇങ്ങനെ ആലോചിക്കും കേട്ടോ കൂട്ടുകാരെ. ഇങ്ങനെ വെട്ടുമ്പോഴേ, വിരലൊക്കെ ഇങ്ങനെ ഇരിക്കുമ്പോഴേ വെട്ടി അങ്ങ് പോകുന്നത് എന്ത് രസമായിരിക്കും. ദൈവമേ, അങ്ങനൊന്നും ആർക്കും പറ്റല്ലേ. രവി ഹാമായേ, അയ്യോ എൻ്റെ പ്ലാവേ. എടാ, ഇതൊക്കെ എളുപ്പമാണേ. ഇച്ചിരി അരക്ക് പോകാൻ വേണ്ടി നമ്മൾ കയ്യേലോട്ട് ഇച്ചിരി വെളിച്ചെണ്ണ അങ്ങോട്ട് തേകി കൊടുക്കുക കേട്ടോ. ഞാൻ എന്തൊക്കെ ഇവിടുന്ന് കാണിക്കുന്നത്, എന്തെങ്കിലും അപാകതകളൊക്കെ എന്നെ തോന്നുന്നുണ്ടെങ്കിൽ ആരും ഒന്നും വിചാരിക്കണ്ട. ചക്ക വെട്ടുമ്പോഴൊക്കെ ഇങ്ങനെയൊക്കെയാണ്. ഇതൊക്കെ ഇപ്പം നമുക്ക് എപ്പോഴും ഇപ്പം ഭയങ്കര ഗമയിലൊക്കെ ഇരുന്ന് വെട്ടാൻ പറ്റും അല്ലേ. എന്താണേലും അമ്മയുടെ വിചാരം ഇതങ്ങാണ്ട് മൂത്ത് പോയെന്നായിരുന്നേ. ചേട്ടൻ എന്നോട് പറഞ്ഞ എന്നാന്നറിയാം, ഇത് കണ്ടിട്ട് പഴുത്തതാണ്. ഇങ്ങനെയുണ്ട്, ഒന്നും അറിയത്തില്ല. ഞാൻ പറഞ്ഞു പഴുത്തത് പോയിട്ട് മൂത്തതാണോന്ന് സംശയമാണെന്നും പറഞ്ഞ ഞാൻ ഈ ബ്രൗൺ കളർ കണ്ടോണ്ടേ ഇവനെ അങ്ങ് എടുത്തതേ. സാധാരണ എനിക്ക് പറ്റുന്നതല്ല. സാരമില്ല, എന്താണേലും നമ്മളെടുത്തു. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. എന്താ ഇതിൻ്റെ 2-4 മടലെടുത്താൽ ഇവിടെ മുറം വെച്ചിട്ടുണ്ടേ. അതിനകത്തോട്ട് മടലൊക്കെ എടുക്കാം. നമുക്ക് നീടിയൊക്കെ നീണ്ടങ്ങ് പോകുന്നതിന് മുമ്പ് നമുക്ക് അവനെ അങ്ങോട്ട് നിർത്തി വെച്ചിട്ട് എല്ലാം എടുത്തിട്ട് കാണാവേ.
ഇനി നമുക്ക് ഇവനെ അങ്ങ് മടലെടുക്കാം കേട്ടോ. ശരിക്കും മൂത്ത ചക്കയുടെ എടുക്കുന്ന കേട്ടോ അവിയലിന്. പക്ഷെ നമ്മൾ ഇതിനകത്ത് നിർവൃതി കൊള്ളുക എന്നല്ലേ പിള്ളേരെ പറയുന്നത്. എന്തുകൊണ്ടാലും വേണ്ടുവല്ല. ഞങ്ങൾ ഞാൻ ഇന്നിങ്ങനെ വെക്കുന്നത് കേട്ടല്ലോ. നമുക്ക് ഇവനെ അങ്ങോട്ട് അവിയലിനെടുക്കാം. അവിയലിനെടുക്കുമ്പോൾ ശകലൊക്കെ കുരുവും ചോടയുടെയൊക്കെ ഇരിക്കുക കണ്ടോ. നമ്മുടെ അവന്മാര് കൊലയ്ക്കുന്ന പാർവതി അവിടെ നിന്നോട്ട് വരുന്നതാണ്. എന്നിട്ട് മടല് കൂട്ടിയല്ല, മടലിനെ വേർതിരിഞ്ഞ് ഇങ്ങനെ അങ്ങോട്ട് വെട്ടിയെടുക്കുക. ഇതാണ് ചക്ക മടല് വിട്ടവിയൽ എന്ന് പറയുന്നത്. ഇന്നാളൊന്ന് കാണിച്ചു തന്നാൽ കുട്ടികളൊന്നും പഠിച്ചിട്ടില്ല. അപ്പൊ ഇതെല്ലാം ആക്കട്ടെ, എന്നിട്ട് കാണാം. അപ്പോൾ നമ്മുടെ ചക്ക മടലും ചക്ക കുരുവൊക്കെ ഇളത്തിയായിരുന്നു. എന്നാൽ എല്ലാം വെട്ടി അരിഞ്ഞു കുടഞ്ഞ് വേർക്കി ഇട്ടു. ഇച്ചിരി അവന്റെ എഴുന്നേറ്റില്ലടാ മോനെ. ഇച്ചിരി മുളക് പൊടി, ഉപ്പുപൊടി, എല്ലാം കൂടി ഇട്ട് ചില വെളിച്ചെണ്ണ ഒഴിക്കണം കേട്ടോ. അടിപൊളിയാണ്. വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് അവനെ അങ്ങോട്ട് അടച്ചു വെക്കട്ടെ. അപ്പോൾ നമ്മുടെ അവിയൽ റെഡിയായി. ശകലം പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തേക്കാവേ. അപ്പം ഓക്കെ ആയി. ചിക്കൻ വറക്കാൻ ഇട്ടേക്കുന്നു. അതും ഇപ്പം മൂത്ത് കിട്ടും. അപ്പോൾ നമ്മുടെ ഉച്ചവരെയുള്ള പണികളെല്ലാം കഴിഞ്ഞിരിക്കുന്നു കേട്ടോ അമ്മേ. കഴിഞ്ഞു. അന്നേരം നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുവാണ്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. കണ്ണ് മിഴിക്കുന്നത് എന്നാന്നറിയാം, ചൂട് കാരണം കണ്ണ് അടഞ്ഞങ്ങ് പോകുന്നു. അപ്പൊ പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ തന്നെ കാണണം. ടാറ്റാ.